അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഈ മാസം 18 മുതൽ 27 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രി, ക്ഷേത്രമേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. ഉത്സവാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ശിവരാത്രി മഹോത്സവത്തിനാണ് ഈ മാസം 18-ന് കൊടിയേറുന്നത്. 18-ാം തീയതി വൈകിട്ട് 6-നും 6:30-നും ഇടയിൽ ക്ഷേത്രം തന്ത്രി പുത്തോട്ട ലാലൻ തന്ത്രി, ക്ഷേത്രമേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നടക്കും. ഉത്സവ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഈ കൊല്ലത്തെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി മാസം 18-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് നടക്കുന്നത്. ഫെബ്രുവരി മാസം 18-ാം തീയതി വൈകിട്ട് ദീപാരാധനയോടനുബന്ധിച്ചാണ് തൃക്കൊടിയേറ്റ് നടക്കുക. തൃക്കൊടിയേറ്റ് ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ തന്ത്രി പൂത്തോട്ട ശ്രീ ലാലൻ തന്ത്രികൾ, ക്ഷേത്രമേൽശാന്തി മടത്തുമുറി ശ്രീ അജിത് ശാന്തികൾ എന്നിവർ ചേർന്നാണ് താന്ത്രിക കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. 19-ാം തീയതി രാവിലെ മുതൽ ഏറ്റവും വിശേഷമുള്ള ശിവരാത്രിക്ക് പ്രാധാന്യമുള്ള ശിവരാത്രി ബലി കർമ്മങ്ങൾ നടക്കും. അത് അഷ്ടദിക്പാലകർക്ക് എല്ലാം പ്രസാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താന്ത്രിക വിധിപ്രകാരമുള്ള ഒരു കർമ്മം. അത് രാവിലെ ഉത്സവ ബലിയാണ് ചെയ്യുന്നത്. അത് 19-ാം തീയതി രാവിലെയാണ് നടക്കുന്നത്. ഇത്തവണയും ക്ഷേത്രത്തിൽ 10 ദിവസവും അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പതിവ് ക്ഷേത്ര പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജാ ചടങ്ങുകളും നടക്കും. 24-ന് വൈകിട്ട് ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും. 25-ന് പള്ളിവേട്ട മഹോത്സവം നടക്കും. 26-ന് മഹാശിവരാത്രി ആറാട്ട് മഹോത്സവം നടക്കും. 27-ന് രാവിലെ പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിപുലമായ കലാപരിപാടികളും ക്രമീകരിച്ചിട്ടുള്ളതായി ക്ഷേത്രം പ്രസിഡന്റ് ദേവരാജൻ, സെക്രട്ടറി അശോകൻ, വൈസ് പ്രസിഡന്റ് കിഷോർ, പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.